ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിലെ വികസന രേഖകളുടെ പ്രകാശനവും ആനുകൂല്യ വിതരണവും വ്യാഴാഴ്ച നടക്കും. ഡോക്ടർ ശൂരനാട് കുഞ്ഞൻപിള്ള സ്മാരക ഹാളിൽ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ 2020-25 കാലയളവിലെ വികസന രേഖകളുടെ പ്രകാശനവും വാർഷിക പദ്ധതി ആനുകൂല്യ വിതരണവും വ്യാഴാഴ്ച നടക്കും. വരവേൽക്കാമെന്നൊരു നൂതനമായ പ്രോജക്റ്റ് ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. അത് നമ്മുടെ സ്ത്രീകളുടെ ആദ്യത്തെ പ്രസവത്തിന് കുഞ്ഞിന്റെയും അമ്മയുടെയും പരിചരണത്തിന് ആവശ്യമായ ധാത്രി എന്ന് പറയുന്ന ഒരു വോളണ്ടിയേഴ്സിനെ ലഭ്യമാക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ ആയുർവേദ മരുന്നുകളും ആ കാലയളവിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രോജക്റ്റുകളിൽ നിന്ന് നൽകുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലെ ഡോക്ടർ ശൂരനാട് കുഞ്ഞൻപിള്ള സ്മാരക ഹാളിൽ രാവിലെ 10 മുതൽ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആരോഗ്യ പ്രവർത്തനത്തിന്റെ ഫലമായി ആർദ്ര കേരള പുരസ്കാരം, അവാർഡ് എന്നിവ ബ്ലോക്ക് പഞ്ചായത്ത് കരസ്ഥമാക്കി. ശാസ്താംകോട്ട താലൂക്കാസ്ഥാന ആശുപത്രി വികസനത്തിനായി ഗവൺമെന്റിൽ നിന്നും 80 സെന്റ് സ്ഥലവും ലഭ്യമാക്കി. EV കൃഷ്ണപിള്ള സ്മാരക ഗ്രന്ഥശാലയും സ്ഥാപിച്ചു. ഗർഭിണികളുടെയും നവജാത ശിശുക്കളുടെയും പരിചരണത്തിനായി പനിനീർ പൂവിനെ വരവേൽക്കാൻ പദ്ധതി നടപ്പിലാക്കി വരുന്നതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു. പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഡോക്യുമെന്റേഷൻ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കുന്നത്. അതിന്റെ പ്രകാശനം ഒക്ടോബർ മാസം 30-ാം തീയതി കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ഉദ്ഘാടനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കുഞ്ഞൻ MLA ആണ് ചടങ്ങിന് അധ്യക്ഷനാകുന്നത്. അപ്പം നമുക്ക് എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള ആരോഗ്യ മേഖലയിലും അതുപോലെ കുടിവെള്ളം, ശുചിത്വം, സാംസ്കാരിക രംഗത്ത് അടക്കം എല്ലാ മേഖലയ്ക്കും ഇത്തരത്തിലുള്ള നല്ല വിജയം കൈവരിക്കുന്നതിന് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാതെ, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാതെ, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം നിന്നതുകൊണ്ടാണ് നമുക്ക് ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കുവാൻ കഴിഞ്ഞത്. വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരേശൻ പിള്ള, വൈ ഷാജഹാൻ, അൻസർ ഷാഫി, സനൽ, പുഷ്പകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.